രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ പിറന്നത് മറ്റൊരു ചരിത്രം കൂടിയാണ്. ചെങ്കോട്ടയിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചു. വിവിധയിടങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ചിലയിടത്ത് പൂർണ്ണമായും ചിലയിടത്ത് ഭാഗികമായും വന്ദേമാതരം ആലപിച്ചു. വന്ദേമാതരം ഇതാദ്യമായി പൂർണ്ണരൂപത്തിൽ ചെങ്കോട്ടയിൽ മുഴങ്ങിക്കേട്ടു. എല്ലാ മനസ്സുകളിലും ഇന്ന് വന്ദേമാതരം മുഴങ്ങുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടും വന്ദേമാതര ആലാപനം തുടരുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വന്ദേമാതരത്തിന്റെ 2 ചരണമാണ് ആലപിച്ചത്. തലസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ VV രാജേഷ് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വന്ദേമാതരം ഔദ്യോഗികമായി ആലപിച്ചു. BJP കൗൺസിലർമാർ ഏറ്റുപാടി. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറും BJP കൗൺസിലർമാരും തമ്മിൽ നാടകീയ രംഗങ്ങൾ. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ മുന്നോടിയായി ദേശീയഗാനവും വന്ദേമാതരവും ഒരുമിച്ച് പാടുകയായിരുന്നു. മേയർ O സദാശിവനും ഡെപ്യൂട്ടി മേയറും ദേശീയഗാനം ആലപിക്കാൻ തുടങ്ങുമ്പോഴേക്കും BJP അംഗങ്ങൾ വന്ദേമാതരം ആലപിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.